ഹായ് നവീൻ. നവീൻ വന്നു, നവീൻ പോയി. എന്തുകൊണ്ട് വിശേഷം? രാവിലെ ലൈവ് ചെയ്തു. അപ്പോൾ ലൈവ് നമുക്ക് പകുതിയിലെ കട്ടായി. പിന്നെ നമുക്ക് എന്തായാലും ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ വിചാരിച്ചു ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ലൈവ് വരാം. അപ്പോൾ കുറേ പേര് കുറേ അനക്കമില്ലല്ലോ, ആവിയില്ലല്ലോ, ആരും ഇല്ലാത്ത ലൈവാണ്, മിണ്ടണില്ല എന്നൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരു ലൈവ് സംസാരിക്കാനായി മാത്രം വരാമെന്ന് വിചാരിച്ചു. സൗത്ത് ഇന്ത്യൻ മൂവീസ്, ഹായ് 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 സൗത്ത് ഇന്ത്യൻ മൂവീസ്. സിനിമ, ഹായ് ഹായ് ഹായ്. രാവിലെ ഞാൻ പോയി വന്നപ്പോഴേക്കും ലൈവ് കഴിഞ്ഞു. ലൈവ് ഇടയിൽ കട്ടായി പോയി. കാരണം എനിക്ക് ഇടയിൽ കോളുകൾ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കട്ടാക്കിയതാണ്. പ്രത്യേകിച്ചും അങ്ങനെ വലിയ കാര്യമായ കോളുകളൊന്നും അല്ലായിരുന്നു. എന്നിട്ടും ഇടയിൽ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ് കോളുകൾ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ലൈവ് കട്ട് ചെയ്തതാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുന്നത് എൻ്റെ ഈ ചാനൽ വാച്ചിങ് അവേഴ്സിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അത്രയും ഇത് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടും വീണ്ടും 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 അത് ഡിസ്റ്റർബ് ആവണു എന്ന് മനസ്സിലാക്കിയിട്ടും കണ്ടിന്യൂസ് നമുക്കൊരു കോള് വിളിച്ചുകൊണ്ടേ ഇരിക്കണു എന്നുള്ളൊരു ബേസ് വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്. ലൈവ് കട്ട് ചെയ്തു. ലൈവ് ഡിസ്കണക്റ്റ് ആയി. റീകണക്റ്റിംഗ് കാണിച്ച് ഡിസ്കണക്റ്റ് ആയപ്പോൾ പിന്നെ ഞാനത് കട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ലൈവ് വേറൊരു ദിവസം എന്തായാലും ഞാൻ ചെയ്യണമായിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു വിഷമമായിട്ട് വരും. അപ്പോൾ പിന്നെ പുതിയ മീഷോ എന്നല്ലേ ഇത്, മീഷോ എന്ന് വാങ്ങിച്ച പുതിയ ഡ്രസ്സാണ്. ഹൗസ് ഇറ്റ്. ഇത് വന്നിട്ട് സ്ലീവ്ലെസ് ടോപ്പും മുകളിൽ കോട്ടും വരുന്ന രീതിയിൽ. പക്ഷേ ഇത് ഇത്തിരി ഒന്ന് എന്താ പറയുന്നത്, ഷെയ്പ്പർ പോലത്തെ ആയതുകൊണ്ട് ഞാൻ പുറത്തങ്ങനെ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ലൈവിന് വേറെ ഡ്രസ്സൊക്കെ നോക്കി വന്നപ്പോൾ കുറേ സമയം ഇരുന്നപ്പം ഇട്ടാ. പിന്നെ നമ്മളെ സെറ്റ് മുണ്ട് കൊടുക്കണതിൻ്റെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ സെറ്റ് മുണ്ടൊക്കെ ഒന്ന് തേച്ച് ക്ലിയർ ചെയ്തൊക്കെ എടുക്കാൻ കുറച്ച് ടൈം എടുക്കണോണ്ടാണ് അതിൻ്റെ വീഡിയോസ് ഇതുവരെ ചെയ്യാത്തത്. അതെന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു അറേഞ്ചബിളായിട്ട് വരുന്നില്ല. അത് കാരണം കൊണ്ടാണ് എന്നോട് 1-2 പേര് പറഞ്ഞിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ. കാരണം ഞാൻ ഒരുങ്ങണതിൻ്റെ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവങ്ങളൊന്നും വെച്ചിട്ടല്ല ഒരുങ്ങണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എന്തായാലും ആ ഒരു വീഡിയോ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഫുള്ള് മേക്കപ്പാണ്, അത് ആദ്യമേ പറയാം. ഫുള്ള് മേക്കപ്പാണ്. കാരണം എനിക്ക് ഐബ്രോ ഇല്ല. മെയിനായിട്ട് പറയണതാണ്, ഐബ്രോ ഇല്ല, ഒട്ടുമില്ല. വെറുതെ 1-2 അവിടെ ഇവിടെ എങ്ങാണ്ട് എന്താ പറയുക, നാണക്കേട് കേൾപ്പിക്കല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഇവിടെ നിൽപ്പുണ്ട് എന്നല്ലാണ്ട് ഐബ്രോസ് ഇല്ല. അപ്പോൾ അത് വരയ്ക്കും. അത് മസ്റ്റായിട്ട് വരയ്ക്കും. അത് എപ്പോഴും വരയ്ക്കും. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അതിനിപ്പം എന്താ പറയുക, ഈ പിരികത്ത് നമ്മൾ ഇതാക്കൂലേ, ടാറ്റു പോലെ ചെയ്യൂലേ പിരികം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് വെച്ചാലോ എന്നുള്ള ആലോചനയിലാണ്. കാരണം അല്ലാതെ ആ സാധനം ഇല്ല എനിക്ക്. പിന്നെ ഈ പറയണ പോലെ കണ്ണെഴുതുക, പൊട്ടുവിടുക, അതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ ലിപ് ബാം ഇടുന്നുണ്ട്. കാരണം ചൂടായതിനു ശേഷം തൊലിയെല്ലാം പോകുന്നുണ്ട്. കുറേ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് തൊലിയെല്ലാം പോകും. അങ്ങനെ